നമസ്കാരം. അലാറം മുഴങ്ങുന്നതിന് മുമ്പേ ആരംഭിക്കുന്ന ഒരു ദിവസമാണ് വീട്ടമ്മമാരുടേത്. ശമ്പളമില്ലാതെ, അവധിയില്ലാതെ, സ്ഥാനക്കയറ്റമില്ലാതെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ചുമലിലേറ്റുന്ന ജീവിതം. ഇത്തരം ഗാർഹിക ജോലികൾക്കും കുടുംബ പരിപാലനത്തിനും അർഹമായ അംഗീകാരം നൽകുന്ന സുപ്രധാന നിരീക്ഷണമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. വീട്ടമ്മമാരെ രാഷ്ട്ര നിർമ്മാതാക്കൾ എന്ന് വിശേഷിപ്പിച്ച കോടതി അവരുടെ അധ്വാനത്തിന് പ്രതിമാസം കുറഞ്ഞത് 30,000 രൂപയുടെ സാങ്കല്പിക വരുമാനം കണക്കാക്കാമെന്നും വ്യക്തമാക്കി. ജീവിതകാലം മുഴുവൻ വീടിനകത്ത് അധ്വാനിക്കുന്ന സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ നിരീക്ഷണമെന്നാണ് വിലയിരുത്തൽ. കുടുംബത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന വീട്ടമ്മമാരുടെ അദൃശ്യമായ തൊഴിൽ സമൂഹവും ഭരണകൂടവും കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതിന്റെ ആവശ്യകതയും കോടതി ചൂണ്ടിക്കാട്ടി. സ്ത്രീകളുടെ അധ്വാനത്തിന് ലഭിച്ച ഈ അംഗീകാരം സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും പുതിയ കാഴ്ചപ്പാടുകൾക്കും വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് വനിതാ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തൃശൂർ ജില്ലയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും മെഡിക്കൽ കോളേജ് ആശുപത്രിയും ജാഗ്രത ശക്തമാക്കി. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതോടൊപ്പം മെഡിക്കൽ കോളേജിൽ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കി. കാടുകുറ്റിയിലെ കേരള വാട്ടർ അതോറിറ്റി ജലശുദ്ധീകരണശാലയിൽ ക്ലാരിഫയറിൽ വീണ ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശിയായ ജോസഫാണ് അപകടത്തിൽ മരിച്ചത്. കീഴാള നവോത്ഥാന നായകരുടെ സംഭാവനകൾ ചർച്ച ചെയ്യുന്നതിനായി കുഴിക്കാട്ടുശ്ശേരിയിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. സാഹിതി ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ എഴുത്തുകാരും ഗവേഷകരും പങ്കെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയും ജാഗ്രത ശക്തമാക്കി. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതോടൊപ്പം മെഡിക്കൽ കോളേജിൽ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. നിപ്പ, കൊറോണ തുടങ്ങിയ രോഗങ്ങളെ നേരിടുന്നതിനായി നേരത്തെ ഒരുക്കിയ സംവിധാനങ്ങൾക്ക് പുറമെ ഷിഗല്ല രോഗബാധിതർക്ക് ആവശ്യമായ പ്രത്യേക സൗകര്യങ്ങളും ജീവനക്കാരെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഷിഗല്ല ബാധിതരായ കുട്ടികളുടെ മാതാവ് തമിഴ്നാട് സ്വദേശിനിയാണ്. അമ്മയ്ക്കൊപ്പം തമിഴ്നാട്ടിലായിരുന്ന കുട്ടികൾ കഴിഞ്ഞ 8-നാണ് തിരിച്ചെത്തിയത്. അതിനാൽ രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. കുടുംബം തിളപ്പിക്കാത്ത വെള്ളമാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. 4 ദിവസത്തിനകം പരിശോധനാ ഫലം ലഭ്യമാകുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത്. ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പാർലിക്കാട്, മംഗലം, പരുത്തിപ്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ വടക്കാഞ്ചേരി നഗരസഭയും മുണ്ടത്തിക്കോട് ഫാമിലി ഹെൽത്ത് സെന്ററും സംയുക്തമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. പത്താങ്കല്ല് പ്രദേശത്ത് സംഘടിപ്പിച്ച ഇന്റർസെക്ടർ യോഗത്തിൽ മുണ്ടത്തിക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M.F. പോൾ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജനകീയ സമിതികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. മീഡിയ ടൈം, തൃശൂർ. കാടുകുറ്റിയിലെ കേരള വാട്ടർ അതോറിറ്റി ജലശുദ്ധീകരണശാലയിൽ ക്ലാരിഫയറിൽ വീണ ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശിയായ ജോസഫാണ് അപകടത്തിൽ മരിച്ചത്. ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാടുകുറ്റി പഞ്ചായത്തിലെ വൈന്തലയിൽ പ്രവർത്തിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശിയായ പെരേപ്പാടൻ വീട്ടിൽ ജോസഫാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ജോലിയിൽ പ്രവേശിച്ച ജോസഫിനെ രാത്രി ഭക്ഷണ സമയമായ 9:30 കാണാതായതിനെ തുടർന്ന് സഹപ്രവർത്തകർ തെരച്ചിൽ ആരംഭിച്ചു. തുടർന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മാള ഫയർ ആൻഡ് റെസ്ക്യൂ സംഘമാണ് ക്ലാരിഫയറിനുള്ളിൽ നിന്ന് ജോസഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് സംഘം മൃതദേഹം പുറത്തെടുത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കാൽ തെറ്റി ക്ലാരിഫയറിലേക്ക് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവസ്ഥലത്തെത്തിയ മാള പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മരണകാരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, മാള. കേരളീയ നവോത്ഥാനത്തിന് അടിത്തറപ്പാകിയ കീഴാള നവോത്ഥാന നായകരുടെ സംഭാവനകൾ ചർച്ച ചെയ്യുന്നതിനായി കുഴിക്കാട്ടുശ്ശേരിയിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. സാഹിതി ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ എഴുത്തുകാരും ഗവേഷകരും പങ്കെടുത്തു. കുഴിക്കാട്ടുശ്ശേരി സാഹിതി ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ കീഴാള നവോത്ഥാന നായകർ എന്ന വിഷയത്തിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. കേരളീയ നവോത്ഥാനത്തിൽ പൊയ്കയിൽ അപ്പച്ചൻ, സ്വാമി ആനന്ദതീർത്ഥൻ, പാമ്പാടി ജോൺ ജോസഫ്, കാവാരിക്കുളം കണ്ടൻകുമാരൻ, കുറുമ്പൻ ദേവത്താൻ, പണ്ഡിറ്റ് കറുപ്പൻ തുടങ്ങി നിരവധി സാമൂഹിക നവോത്ഥാന നായകരുടെ സംഭാവനകളെ ആസ്പദമാക്കിയാണ് സംവാദം നടന്നത്.
കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ED ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. കേരളം അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ എക്സസൈസിൽ കേരളം ഒട്ടും പറയിലല്ല. നമ്മുടെ ഗ്രാമ തലത്തിലുള്ള ജനാധിപത്യമായാലും നമ്മുടെ ത്രിതല പഞ്ചായത്തുകളായാലും നമ്മുടെ നിയമസഭാ സംവിധാനമായാലും നമ്മുടെ ഹൈക്കോടതികളായാലും നമ്മുടെ സർക്കാർ സംവിധാനം ഒരു തരത്തിലും ഒരു പരിധി വിട്ട് താഴോട്ട് പോകാൻ കഴിയില്ല. അതൊക്കെ നമ്മുടെ അഖിലേന്ത്യാ സാഹചര്യമായിട്ട് നോക്കുമ്പോൾ ഇന്ന് വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ശബ്ദം ഇത്തരം വേദികൾക്ക് കേൾപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കടക്കം ഉത്തരേന്ത്യയിൽ പോലുള്ള നിലപാടുകൾ പോലും നമ്മുടെ നാട്ടിൽ എടുക്കാൻ കഴിയില്ല. ആ രീതിയിലേക്ക് നമ്മുടെ പൗരബോധം വികസിച്ചിട്ടുണ്ട്, നമ്മുടെ ആളുകളുടെ ചരിത്രബോധം വികസിച്ചിട്ടുണ്ട്. അങ്ങനെ ചരിത്രബോധം പൗരബോധം വികസിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്കിതൊക്കെ ചർച്ച ചെയ്യാൻ വീണ്ടും വീണ്ടും ചരിത്രത്തിന്റെ പാഠങ്ങൾ പുനരുത്പാദിപ്പിക്കാനൊക്കെ കഴിയുന്നത്. അത്തരത്തിൽ കഴിയണമെങ്കിൽ നമ്മൾ കുറെ കൂടി പുതിയ തലമുറയിലേക്ക് ചരിത്രബോധം എത്തിക്കേണ്ടതുണ്ട്. 25ഓളം നവോത്ഥാന നായകരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ച VU സുരേന്ദ്രൻ, എഴുത്തുകാരായ ഹൃഷികേശൻ PB, MC പോൾ എന്നിവരും പ്രഭാഷണം നടത്തി. ഡോക്ടർ സിൻഡോ കൊങ്കോത്ത് അധ്യക്ഷത വഹിച്ചു. ഇമ്മാനുവൽ മെറ്റിൽസ്, VS സുഭാഷ്, PT സ്വരാജ്, സുബാമണി, ബിനു ശ്രീവത്സം, VR മനുപ്രസാദ് എന്നിവർ സംസാരിച്ചു. കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോയ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കളുടെ സംഭാവനകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പൊതുസംവാദം സംഘടിപ്പിച്ചത്. മീഡിയ ടൈം, മാള. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ലോകമെങ്ങും ഉയരുമ്പോൾ തൃശൂർ ജില്ലയിലെ മാളയിലും ആഘോഷങ്ങൾക്ക് തുടക്കമായി. 100 അടി നീളവും 12 അടി വീതിയുമുള്ള ഭീമൻ ഫ്ലക്സ് സ്ഥാപിച്ചാണ് ഫുട്ബോൾ പ്രേമികൾ ലോകകപ്പിനെ വരവേറ്റത്. രാഷ്ട്രീയവും മതവും ജാതിയും മറന്ന് നാട്ടുകാർ ഒന്നിച്ചൊരുക്കിയ ഈ കൂട്ടായ്മ ശ്രദ്ധ നേടുകയാണ്. ഇതാണ് മാളയിലെ ഫുട്ബോൾ പ്രേമികളുടെ ലോകകപ്പ് ആവേശം. 100 അടി നീളവും 12 അടി വീതിയുമുള്ള ഭീമൻ ഫ്ലക്സിലൂടെ ലോകകപ്പിന് വരവേൽപ്പൊരുക്കിയിരിക്കുകയാണിവർ. ഫ്രാൻസ്, ബ്രസീൽ, പോർച്ചുഗൽ, അർജന്റീന എന്നീ പ്രമുഖ ടീമുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫ്ലക്സ് ഇതിനോടകം തന്നെ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പ്രദേശവാസികൾ ഒത്തുചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാള ടൗൺ വാർഡ് അംഗം ജോഷി കാഞ്ഞുതറയും തിരഞ്ഞെടുപ്പിലെ പ്രധാന എതിരാളിയായിരുന്ന സലീം പള്ളിമുറ്റത്തും ഒരുമിച്ച് നിന്ന് ഫ്ലക്സ് സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയതും ശ്രദ്ധേയമായി. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ഫുട്ബോൾ ലഹരിയിലാണ്. ഇപ്പോൾ എല്ലാ യുവജനങ്ങളും മുഴുവൻ ജനങ്ങളും അതിലാണ് നിലനിൽക്കുന്നത്. പക്ഷേ നമുക്കൊരു കാര്യം പറഞ്ഞാൽ ഈ മാളയിലെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ യുവജനങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള മാളി ടൗണിലെയും പടിഞ്ഞാറമുറിയിലെയും ഉൾപ്പെടെയുള്ള എല്ലാ യുവാക്കളും കൂടിയിട്ട് ഇന്ന് വലിയൊരു ഫ്ലക്സ് ബോർഡ് മാളയിൽ സ്ഥാപിച്ചുകൊണ്ട് ഫുട്ബോളാണ് ലഹരി എന്നുള്ള സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ എതിരാളികളായ ഇരുവരും ഫുട്ബോളിന്റെ പേരിൽ ഒരേ വേദിയിൽ കൈകോർത്തത് നാട്ടുകാർക്കിടയിലും കായിക പ്രേമികൾക്കിടയിലും വലിയ പ്രശംസയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത് മാളയുടെ ഒരു കൂട്ടായ്മയാണ്. ജാതി മത ഭേദമെന്നതിനെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമെന്നതിനെയും ലഹരിക്കെതിരെ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി മാളയിലെ ചെറുപ്പക്കാർ അണിനിരന്നുകൊണ്ട് ഇവിടെ മാളയ്ക്ക് വേണ്ടി, മാളക്കാർക്ക് വേണ്ടി ഞങ്ങൾക്ക് ഫുട്ബോൾ ജീവനാണെന്നും ലഹരി ഞങ്ങൾക്ക് വേണ്ട എന്നും ഫുട്ബോളാണ് ലഹരി എന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വലിയ ഫ്ലെക്സും അതുപോലെ തന്നെ എല്ലാ കളികളും നേരിട്ട് കാണാൻ എല്ലാവർക്കും വലിയ ബിഗ് സ്ക്രീനിൽ 4K അതുപോലെ തന്നെ അറ്റ്മോസ് സൗണ്ടിൽ തന്നെ നമുക്ക് കാണാനുള്ള ഒരു അവസരം ഇവിടെ ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരുക്കുകയാണ്. കായികം ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണെന്ന സന്ദേശമാണ് ഈ കൂട്ടായ്മയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അതേസമയം സമീപത്തെ കൊല്ലൻസ് കഫേയിൽ ലോകകപ്പ് മത്സരങ്ങൾ തത്സമയം കാണുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ലോകകപ്പ് ദിനങ്ങളിൽ മാളയെ ഫുട്ബോൾ ആഘോഷങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റാനാണ് സംഘാടകരുടെ ശ്രമം. മീഡിയ ടൈം, മാള. പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വൃക്ഷത്തൈ നടീൽ, വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിൾ വിതരണം, കാർഷിക ക്ലബ്ബ് ഉദ്ഘാടനം തുടങ്ങി നിരവധി പരിപാടികളാണ് നടന്നത്. മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനാഘോഷവും കഴിഞ്ഞ വർഷം മുടങ്ങാതെ എല്ലാ ദിവസവും ദേവാലയത്തിലെ ദിവ്യബലിയിൽ പങ്കെടുത്ത മതബോധന വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിൾ വിതരണവും തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേവാലയത്തിൽ
ഫ്രാൻസിസ് അസിസിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങ് അത് വളരെ സവിശേഷമാണ്. 800 വർഷം എത്തിയിരിക്കുന്നു ഫ്രാൻസിസ് അസിസിയുടെ വേർപാടിന്. ഫ്രാൻസിസ് അസിസിയുടെ ആ വേർപാടിന് 800 വർഷം എത്തിയെങ്കിലും നമ്മുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു രൂപമാണ് ഫ്രാൻസിസ് അസിസിയുടെ. പ്രകൃതിയോട് സംസാരിക്കുന്ന, പ്രാവുകളോട്, വിവിധ പക്ഷികളോട്, ഈവൻ നായ്ക്കളോട്, ആടുകളോട്, മുയലുകളോട് ഒക്കെ സംസാരിക്കുന്നു. അവരൊക്കെ കേട്ടിരിക്കുന്ന ഒരു കാഴ്ച ഇവിടെയുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പുണ്യം ചെയ്ത നാവ്, ഇപ്പോഴും അഴുകാതിരിക്കുന്ന നാവ് ഫ്രാൻസിസ് അസിസിയുടെ. ആ പുണ്യവാന്റെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തന്നെ ഇവിടെ സവിശേഷമായൊരു ചടങ്ങുകൾ നടക്കുന്നു. കാർഷിക മേഖലയിലുള്ള വലിയൊരു ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങുകൾ. കൊച്ചുമക്കൾ അവിടെ പാടത്ത് കൃഷി ചെയ്യുന്ന രീതിയിൽ ഒരു ടാബ്ലോയിൽ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. അതുപോലെ സൈക്കിൾ വിതരണം നടത്തുന്നത് അതിന് വലിയ പ്രത്യേകത. ഞാൻ ഓർത്തത് സൈക്കിൾ വിതരണം കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നു, എന്താണെന്നതിൻ്റെ കാരണം മനസ്സിലായില്ല, ഇഷ്ടമാണ്. പക്ഷേ അതല്ല, 360 ദിവസവും ദേവാലയത്തിൽ മുടങ്ങാതെ വന്ന വിശ്വാസികളായിട്ടുള്ള നല്ല കുഞ്ഞുങ്ങൾക്ക് ആ നിലയിൽ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു വലിയ സമ്മാനമാണ് സൈക്കിൾ. 37 രൂപയാണ്. പള്ളി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 100 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് തുടക്കം കുറിച്ചു. പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം ആശംസിച്ചു. ബൈജു പാറേക്കാട്ട്, ലിസി ജോയ് വടക്കൻ, ലിൻസി ജോയ്, സുജാത വിജയൻ എന്നിവർ സംസാരിച്ചു. അതേസമയം മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പൂക്കൃഷി പദ്ധതിയുടെയും കാർഷിക ക്ലബിന്റെയും ഉദ്ഘാടനം രൂപത മതബോധന ഡയറക്ടർ ഫാദർ സിജോ വേലിക്കകത്തോട്ട് നിർവഹിച്ചു. ഇടവക മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. മീഡിയ ടൈം മാള ഫൊറോന വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നേത്ര ഐ കെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. മാള ഫൊറോന വികാരി ഫാദർ ജോജി പാലമറ്റത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സേവ്യർ തളിയനായത്ത്, ഷാജു പഴുപ്പറമ്പിൽ, ഫ്രാൻസിസ് ചക്കാലമറ്റത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും മെഡിക്കൽ കോളേജ് ആശുപത്രിയും ജാഗ്രത ശക്തമാക്കി. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതോടൊപ്പം മെഡിക്കൽ കോളേജിൽ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കി. കാടുകുറ്റിയിലെ കേരള വാട്ടർ അതോറിറ്റി ജലശുദ്ധീകരണശാലയിൽ ക്ലാരിഫയറിൽ വീണ ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശിയായ ജോസഫാണ് അപകടത്തിൽ മരിച്ചത്. കീഴാള നവോത്ഥാന നായകരുടെ സംഭാവനകൾ ചർച്ച ചെയ്യുന്നതിനായി കുഴിക്കാട്ടുശ്ശേരിയിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. സാഹിതി ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ എഴുത്തുകാരും ഗവേഷകരും പങ്കെടുത്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.